ഡിയർ ആൾ, മൈസെൽഫ് ഡോക്ടർ അനീഷ് കുമാർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 മാക്സ്വെൽസ് ഇക്വേഷൻസ്, അതിന്റെ ഫോർമുലേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പാർട്ട് 1 ബേസിക് ആയിട്ടുള്ള മാക്സ്വെൽസ് ഇക്വേഷൻസിലെ ഫാരഡേസ് ലോ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം പാർട്ട് 2 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മാക്സ്വെൽസ് ആംബിയേഴ്സ് കറക്ഷൻ ചെയ്തിട്ടുള്ള ആംബിയേഴ്സ് ലോയും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ ഈ ഒരു മൊഡ്യൂളിൽ പെട്ടെന്ന് തന്നെ തീർക്കാവുന്നതാണ്. അപ്പോൾ പാർട്ട് 1 നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന ജീനിയസ് ആണ് ഈ ഒരു മാക്സ്വെൽസ് ഇക്വേഷൻ മുന്നോട്ട് വെച്ചത്. അപ്പൊ അതിന്റെ ഒരു ചുരുക്ക രൂപം ഒരു ടേബിളിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിഫറൻഷ്യൽ ഫോം ആണ് മെയിൻ ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, കാരണം അതാണല്ലോ കുറച്ചും കൂടി ജനറലൈസ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, ഡിഫറൻഷ്യൽ ഫോം ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ. ഇതാണ് ഒന്നാമത്തെ ഗോസസ് ലോ ആണ്, ഇപ്പൊ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡി, ഇത് ഫാരഡേസ് ലോ ആണ്. അപ്പോൾ അതുപോലെ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ മൂന്നാമത്തെ, അതെന്താ ഗോസസ് ലോ ആണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ. അതുപോലെ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ സീറോ ജി പ്ലസ് കറക്ഷൻ ടേം മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോ ടി. ഇതാണ് അദ്ദേഹം കറക്റ്റ് ചെയ്ത് മാക്സ്വെൽ കറക്റ്റ് ചെയ്തിട്ടുള്ള ഫോം ആണ്. അപ്പൊ ഇതാണ് മാക്സ്വെൽസ് ആംബിയേഴ്സ് ലോ. ആംബിയേഴ്സ് ലോ കറക്റ്റ് ചെയ്ത് വെച്ചു. ഇത് എങ്ങനെയാണ്, എപ്രകാരമാണ്, ഇതാണ് ഇപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ 4 മാക്സ്വെൽസ് ഇക്വേഷൻ എപ്രകാരമാണ് ഇത് ഡിറൈവ് ചെയ്തത് എന്നുള്ളത് നോക്കണം. ഇതിന്റെ കോൺസിക്വൻസസ് ആണ് നമുക്കറിയാവുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഈ ഇന്റഗ്രൽ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഗോസസ് ലോ, രണ്ടാമത്തേത് ഫാരഡേസ് ലോ, മൂന്നാമത്തേത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ്. അവിടെ നാലാമതായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് മാക്സ്വെൽസ് കറക്ഷൻ ചെയ്ത ആംബിയേഴ്സ് ലോ. സോ ഇത് നിങ്ങൾക്ക് UG ക്ലാസ്സുകളിൽ കുറച്ചും കൂടി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം, എങ്ങനെയായിരിക്കും ഇതിന്റെ കോൺസിക്വൻസസ്, എന്താണ് ഇവിടെ ഡീപ്പായിട്ട്, എങ്ങനെയാണ് എപ്രകാരമാണ് മാക്സ്വെൽ ഇത് ഡിറൈവ് ചെയ്ത് ഒരു സംക്ഷിപ്ത രൂപത്തിൽ എഴുതിയത് എന്നുള്ളത് നമ്മൾ നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്, കാരണം ഇവയിൽ നിന്നാണ് പിന്നീട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അങ്ങനെയുള്ള പല പല കൺസെപ്റ്റുകളും മുന്നോട്ട് വരികയും അതിനുശേഷമാണ് നമുക്കറിയാം എല്ലാ മേഖലയിലും ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ അത് എപ്രകാരമാണ് ആ ഒരു ശാസ്ത്രം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒക്കെ വന്നത് എന്നുള്ളത് അതിന്റെ അടിസ്ഥാന അറിവുകൾ ഉണ്ടായിരിക്കണം. കാരണം എങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കമ്മ്യൂണിക്കേഷനിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, മുന്നോട്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു നോളജ് ഫൗണ്ടേഷൻ അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, എപ്രകാരമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വന്നത്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിടണം. എങ്കിൽ മാത്രമേ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതാണ്. സോ ഈ ഒരു അത്ഭുത ജീനിയസിനെ ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യൂണിറ്റ് വളരെ എളുപ്പത്തിൽ ഒന്ന് പഠിച്ച് നോക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാക്സ്വെൽസ് ഇക്വേഷൻ ഈ ഒരു ചിത്രത്തിലെ വലതുവശത്തെ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മാക്സ്വെൽസ് ഇക്വേഷൻ എല്ലാ മേഖലയിലും, ഏകദേശം എല്ലാ മേഖലയിലും തന്നെ അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നോക്കിയേ, NMR, ലേസർ, അതുപോലെ മൊബൈൽ ഫോണുകളിൽ, റേഡിയോ, TV, വൈഫൈ, GPS, നമുക്കറിയാം. കാരണം ഇവിടെ എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ഉള്ളത്, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ പഠിക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ മാക്സ്വെൽസ് ഇക്വേഷൻ നമുക്ക് പറയാം ഒരു കോമ്പാക്ട് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫ്രെയിം വർക്കാണ് ഫോർ എക്സ്പ്ലെയിനിങ് ഫിനോമിന റിലേറ്റഡ് ടു ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഒപ്റ്റിക്സ്. ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഒപ്റ്റിക്സ് ഒക്കെ ഈ 3 ശാസ്ത്രങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു 4 ഇക്വേഷൻ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ ഒരു അത്ഭുത പ്രതിഭ ചെയ്തു വെച്ച വർക്കാണ്. ദീസ് ഇക്വേഷൻസ് ഫോം ദ ബേസിസ് ഫോർ ഓപ്പറേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ഡിവൈസസ്. നോക്കൂ, മോട്ടോഴ്സ്, ഇലക്ട്രിക് മോട്ടോഴ്സ്, ടെലിവിഷൻ ട്രാൻസ്മിറ്റേഴ്സ്, അതുപോലെ റിസീവേഴ്സ്, മൈക്രോവേവ് ഓവൻ, മൊബൈൽ ഫോണ്, കമ്പ്യൂട്ടർ, റഡാറ്, MRI സ്കാനേഴ്സ്, പല മേഖലയിലും നമുക്ക് ഈ ഒരു മാക്സ്വെൽസ് ഇക്വേഷൻ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു യൂണിറ്റില് ഫണ്ടമെന്റൽ ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നോക്കണം. അതുപോലെ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യണം. അതുപോലെ ഫാരഡേസ് ലോ ഒന്നുകൂടി റിവൈസ് ചെയ്യണം. അതുപോലെ തന്നെ ആംബിയേഴ്സ് ലോയും അസിമെട്രി, അവിടെ ഉണ്ടാകുന്ന അസിമെട്രികൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ഈ അസിമെട്രികളിലാണ് പിന്നീട് ഇലക്ട്രോഡൈനാമിക്സ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും.
ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എടുക്കാം. നോക്കി, ഈ ഒരു മൊഡ്യൂള് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഔട്ട്കംസ്, എക്സ്പെക്ടഡ് ലേണിംഗ് ഔട്ട്കം. അപ്പോൾ ഇവിടെ ഒരു ചിത്രത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു കോയിലുണ്ട്. അതിന് അവിടെ ഉണ്ടാവുന്ന EMF അല്ലെങ്കിൽ വോൾട്ടേജ്, നമുക്ക് തൽക്കാലത്തേക്ക് വോൾട്ടേജ് എന്നിരിക്കട്ടെ, വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് ഒരു മീറ്റർ, വോൾട്ട് മീറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാനൊരു മാഗ്നറ്റ് ഇൻസേർട്ട് ചെയ്യാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസേർട്ട് ചെയ്യുമ്പോൾ വോൾട്ട് മീറ്ററിൽ ഒരു റീഡിങ്, നിശ്ചിത റീഡിങ് കാണിക്കുന്നുണ്ട്. ഈ റീഡിങ് എങ്ങനെയാ? ഞാൻ മാഗ്നറ്റ് ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വോൾട്ട് മീറ്ററിന്റെ ഡയറക്ഷൻ അതൊരു ഇടതുവശത്തേക്കായിട്ട് കാണാൻ പറ്റും. ഞാനിനി ഈ മാഗ്നറ്റ് ഇങ്ങോട്ട് എടുക്കുക, പുറത്തേക്ക്, ഈ കോയിലിൽ നിന്ന് പുറത്തേക്കാണ് മൂവ് ചെയ്യുന്നത്, എടുക്കുകയാണെന്ന് കരുതുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ വോൾട്ട് മീറ്ററിലെ റീഡിങ് എതിർവശത്തേക്ക്, അതായത് വലതുവശത്തേക്ക് കാണിക്കുന്നതായിട്ട്, ഒരു നിശ്ചിത വാല്യൂ വലതുവശത്തേക്ക് കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇതൊരു, ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ്, അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അതായത് നമ്മളിവിടെ മൂവ് ചെയ്യുമ്പോൾ, മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക് ഫോഴ്സ് ആണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് പറയുക, EMF. അപ്പൊ ഈ ഒരു EMF ഡയറക്ഷൻ നമ്മൾ ഏത് ദിശയിലാണോ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൂടി നമ്മളിവിടെ, അപ്പോൾ ഈ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതോടുകൂടി കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ്. അതുപോലെ ഒരു ഗിവൻ ഫീൽഡ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് തന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്, ഇലക്ട്രിക് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ, അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. അതുപോലെ ഫാരഡേസ് ലോ, ഇന്റഗ്രൽ ഫോമും ഡിഫറൻഷ്യൽ ഫോമും നമുക്ക് എഴുതാനും അതിനുശേഷം അതിന് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF കണ്ടുപിടിക്കാനും സാധിക്കുന്നുണ്ട്. ഈ EMF ഒക്കെ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് EMF, ഇൻഡ്യൂസ്ഡ് EMF ഒക്കെ ഉപയോഗിക്കുന്നതാണ് പല ഇൻഡക്ഷൻ സ്റ്റൗകൾ, എല്ലായിടത്തും തന്നെ നമുക്ക് ഇലക്ട്രിക് EMF ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫാരഡേസ് ലോയിൽ ഒരു മൈനസ് സൈൻ വരുന്നുണ്ട്. അപ്പൊ ആ മൈനസ് സൈൻ എപ്രകാരമാണ് വരുന്നത്, അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നു, ആ ഒരു ചേഞ്ചിന് എതിരായിട്ടായിരിക്കും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു മൈനസ് സൈൻ വരുന്നു. ആ മൈനസ് സൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. EMFന്റെ സൈൻ, ഒരു മൈനസ് സൈൻ, ആ ഒരു മൈനസ് സൈൻ ആണ് പിന്നീട് ലെൻസസ് ലോ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ബേസിക് കൺസെപ്റ്റുകളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതൊക്കെ ഡിഗ്രി ക്ലാസ്സുകളിൽ കുറേയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡിഗ്രി ക്ലാസ്സുകളിലും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൂടുതലായിട്ട് ഒന്നും തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ അധികം തന്നെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിരിക്കും ഈ ഒരു മൊഡ്യൂൾ. നോക്കി, ഫാരഡേസ് ലോ ഈ ചിത്രത്തില് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചിത്രത്തില് വീണ്ടും ഒരു കോയിലാണ്. അവിടെ ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കറണ്ട് ഡിറ്റക്ട് ചെയ്യാൻ ഗാൽവനോമീറ്റർ വെച്ചിട്ടുണ്ട്. നോർത്ത് സൗത്ത് മാഗ്നറ്റ്, നോർത്തും സൗത്തും ഉണ്ട്. ഈ മാഗ്നറ്റ് അകത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്റർ ഇടത്തുവശത്തേക്ക് റീഡിങ് കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ മാഗ്നറ്റ് പുറത്തേക്കാണ് മൂവ് ചെയ്യുന്നെങ്കിലോ ഗാൽവനോമീറ്ററിലെ റീഡിങ് വലതുവശത്തേക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് ഫാരഡേസ് ലോ. നോക്കി, സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ? ഫാരഡേസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ എനി ലൂപ്പ് അല്ലെങ്കിൽ കോയിൽ അല്ലെങ്കിൽ സർക്യൂട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് ഒരു യൂണിറ്റ് ടൈമില്, ഒരു സെക്കൻഡില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത്, ഒരു സെക്കൻഡില് എത്രത്തോളം മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയപ്പെടുത്തിയിരിക്കും അവിടെ ഉണ്ടാവുന്ന EMF. അതുമാത്രമല്ല, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? നെഗറ്റീവ് ആയിരിക്കും, അല്ലേ? നെഗറ്റീവ് ആണ്. അപ്പൊ E=d∅/dt, φ ഓഫ് m, അതിനെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കാം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടാവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് തുല്യമായിട്ടുള്ള EMF അവിടെ ആ ഒരു കോയിലില് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഫാരഡേസ് ലോ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്.
ഇനി നമുക്കൊന്ന് ഇതൊന്ന് ഡിഫറൻഷ്യൽ ഫോം ഒക്കെ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഡെഫിനിഷൻ പ്രകാരം ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ പറയുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF നോക്കി അതിനെ എങ്ങനെയാ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു വർക്ക് പെർ യൂണിറ്റ് ചാർജ് ദാറ്റ് ഈസ് മൂവ്ഡ് അറൌണ്ട് ദ സർക്യൂട്ട്. ഒരു ചാർജിനെ ഒരു സർക്യൂട്ടിന് ചുറ്റും മൂവ് ചെയ്യുമ്പോൾ എത്രത്തോളം വർക്ക് ചെയ്യണം, അതായിരിക്കും EMF. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് എഴുതാമല്ലോ ഇന്റഗ്രൽ ഫോമില്. EMF E ഈസ് ഈക്വൽ ടു E ഡോട്ട് DL, അതാണ് വർക്ക്. നമുക്ക് W ഡോട്ട് DL ആണല്ലോ, അതുപോലെ E ഡോട്ട് DL. എങ്ങനെയാ E ഡോട്ട് DL എടുത്തുവെച്ച് ആ കോയിലിന് ചുറ്റും ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ E ഡോട്ട് DL ആയിരിക്കും ആ ഒരു DL എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാകുന്ന വർക്ക്, E ഡോട്ട് DL. അപ്പൊ ടോട്ടൽ വർക്ക് കാണാനായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ E ഡോട്ട് DL ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ഓവർ ദി ലൂപ്പ്. അപ്പൊ ഇന്റഗ്രൽ E ഡോട്ട് DL ആണ് EMF ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ ഈ വെക്ടർ DLനെ യൂണിറ്റ് വെക്ടറിന്റെ ടേംസിൽ എങ്ങനെ എഴുതാം? വെക്ടർ DL ബൈ, നമുക്കതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് എഴുതാമല്ലോ, പേന ഉപയോഗിച്ചുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ DL വെക്ടർ DL മാഗ്നിറ്റ്യൂഡ് ഓഫ് DL സ്മാൾ DL എന്ന് നമുക്ക് അല്ലെങ്കിൽ വിളിക്കാം. അതായിരിക്കും അവിടുത്തെ യൂണിറ്റ് വെക്ടർ. ഇവിടെ T എന്നാണ് കൊടുത്തിരിക്കുന്നത്, T ക്യാപ്, ടാൻജൻഷ്യൽ വെക്ടർ, യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് DL നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ DL എഴുതാം T ടൈംസ് DL, മാഗ്നിറ്റ്യൂഡ് DL എന്നിരിക്കട്ടെ, കണ്ടു? അപ്പൊ ആ രീതിയിൽ നമുക്ക് TDL എന്നങ്ങ് എഴുതാം. വെക്ടർ DLനെ TDL എന്നങ്ങ് എഴുതാം. അപ്പൊ അതാണ് ഇക്വേഷൻ 1.2. ഒന്നുമില്ല, വെക്ടർ DLനെ നമുക്ക് യൂണിറ്റ് വെക്ടറിന്റെ ടേംസിൽ എഴുതിയെന്ന് മാത്രം. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ, ഇക്വേഷൻ 1.2. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് ബേസിക് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിഫൈൻ ചെയ്യുന്നത്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതാണല്ലോ B. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ആണ് ഈ B എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിനെ നമുക്ക് ഒരു നിശ്ചിത ഏരിയയിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ B ഡോട്ട് DS അതായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ്. അതായത് B എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ഫ്ലക്സ് ആണ്. അപ്പൊ നമുക്ക് എൻ്റെ കയ്യിൽ ഒരു DS എന്ന് പറയുന്ന ഏരിയ ഉണ്ട് എങ്കിൽ ആ ഏരിയയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് B ഇൻറ്റു DS ആയിരിക്കും. അതായിരിക്കും B ഡോട്ട് DS. ഇനി അതിനെ മൊത്തമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാമല്ലോ സർഫസിന് ചുറ്റും, അതായിരിക്കും ടോട്ടൽ ഫ്ലക്സ് വരുന്നത്. അതാണ് ഇക്വേഷൻ 1.3. അപ്പോൾ ഇക്വേഷൻ 1.3 വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് പറഞ്ഞത്? ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് B ഡോട്ട് DS ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും. അതായത് നമുക്ക് മനസ്സിലാക്കണം, B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ DS കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു, അതായിരിക്കും ടോട്ടൽ ഫ്ലക്സ്. അങ്ങനെ വരുമ്പോ ഇതാണ് ഇക്വേഷൻ 1.3. അപ്പൊ ഫൈ കിട്ടി, E കിട്ടി. എന്നിട്ട് നമുക്ക് ഫാരഡേസ് ലോ ഒന്നുകൂടി എഴുതാമല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ഫാരഡേസ് ലോ? മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നത്തെ സ്ലൈഡിലുണ്ടല്ലോ E = -d∅dt. ഈയുടെ ഡെഫിനിഷനായി 1.2-ലുണ്ട്, ഫൈക്ക് 1.3-ലുണ്ട്. അതങ്ങോട്ട് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയായിരിക്കും? E = ഫാരഡേസ് ലോ എങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും? EMF E നമുക്ക് എഴുതാം 1.2 ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് TL E ഡോട്ട് TDL ഈക്വൽ ടു -d∅dt. ഈ ഫൈക്ക് പകരം നമുക്ക് 1.3 ഇക്വേഷൻ 1.3 അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ B ഡോട്ട് DS, വീണ്ടും DSനെ നമുക്ക് ഇതേപോലെ തന്നെ DS ഈക്വൽ ടു അവിടെ ഉണ്ടാകുന്ന യൂണിറ്റ് വെക്ടർ N ഇൻറ്റു DS എന്ന് എഴുതാം. ആണല്ലോ, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. വെക്ടറിനെ യൂണിറ്റ് വെക്ടറിന്റെ ടേംസിലും കൂടി എഴുതിയെന്ന് മാത്രം. അപ്പൊ ഫാരഡേസ് ലോ ആയി. ഇത് ഇക്വേഷൻ 1.4 എന്നിരിക്കട്ടെ. അപ്പൊ അവിടെ N ക്യാപ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്, നോർമൽ സർഫസിന് നോർമൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ. അപ്പൊ അങ്ങനെ നമുക്ക് ഫാരഡേസ് ലോനെ 1.4-ലേക്ക് എഴുതാം. ഇനി അപ്പൊ അതായത് നമ്മൾ ഇത് എഴുതിയത് എങ്ങനെയാ? E ഡോട്ട് TDL എന്ന് പറയുന്നത് -d/dt B ഡോട്ട് DS എന്നാണ് കേട്ടോ. അത് മാത്രമായിട്ട് നമ്മളൊന്ന് തിരിച്ച് എടുത്ത് എഴുതുന്നത് മാത്രം. ഇക്വേഷൻ 1.4-ലെ രണ്ട് ടേംസ് ആണല്ലോ ഈ നോക്കി, E ഡോട്ട് TDL, അത് ഈ -d/dt സർഫസ് നിക്കൽ B ഡോട്ട് NDS, ഇത് രണ്ടും മാത്രമായിട്ടൊന്ന് എഴുതും. അപ്പൊ എങ്ങനെയാ വരുന്നത്? സോ
integral E dot T dl equal to minus d by dt of B dot n ds integrated over the surface. പിന്നെ ഫാരഡേസ് ലോ. അപ്പൊ ഇതാണ് ഫാരഡേസ് ലോ. അപ്പോൾ ഫാരഡേസ് ലോ ഒന്നുമില്ല, ഇ ഇക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. അപ്പൊ ഇക്ക് പകരം നമ്മളൊന്ന് മാറ്റി എഴുതി, ഫൈക്ക് പകരം മാറ്റി എഴുതി, എന്നിട്ട് അങ്ങനെ കൊടുത്തെന്ന് മാത്രം. ഇതാണ് ഇക്വേഷൻ 1.5. അപ്പൊ ഇതാണ് ഫാരഡേസ് ലോ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഫോമാണ്. ഇവിടെ മൈനസ് സൈൻ ഉണ്ടല്ലോ. ഈ മൈനസ് സൈൻ എന്താ കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എപ്രകാരം ചേഞ്ച് ചെയ്തോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിക്ക് വേണം നമുക്ക് ഈ ഇക്വേഷനെ അനലൈസ് ചെയ്യാനായിട്ട്. സോ മൈനസ് സൈൻ സ്റ്റേറ്റ് ദാറ്റ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് will produce a magnetic field that oppose the change in magnetic flux. ആ രീതിയിൽ വേണം നമുക്ക് കാണാനായിട്ട്. ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലെ ഇക്വേഷൻ 1.4 മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് സച്ച് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് an electric field that opposes the change in magnetic flux എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റില് ഇനി പറയാനുള്ള ഒരു കാര്യം, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. വിൽ പ്രൊഡ്യൂസ് എ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്, ദാറ്റ് ഒപ്പോസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ഇനി എന്തായാലും ഈ ഒരു ഇക്വേഷൻ സ്റ്റേറ്റ്മെന്റോട് കൂടി നമുക്ക് മനസ്സിലായത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു, അതിന് തുല്യമായിട്ടുള്ള ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഒപ്പോസിറ്റ്, അതായത് മൈനസ് സൈൻ അവിടെ കൊടുക്കുന്നു എന്ന് മാത്രം. പിന്നെ ഡിഫറൻഷ്യൽ ഫോം അടുത്ത ഒരു സെക്ഷൻ ആയിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ഫോം ഫാരഡേസ് ലോ എഴുതാം. ഇന്റഗ്രൽ ഫോം ആണ് നമ്മൾ ഇപ്പോൾ എഴുതിയത്. ഈ 1.5 ഇക്വേഷൻ 1.5 ഇന്റഗ്രൽ ഫോം ആണ്. ഇതിനായിട്ട് ഡിഫറൻഷ്യൽ ഫോമിലോട്ട് എഴുതാനായിട്ട് ഒന്നും ചെയ്യാനില്ല. നമുക്കൊന്ന് രണ്ട് സൈഡിലെയും ഇവിടെ ആദ്യത്തെ 1.5 ഇടതുവശത്ത് കണ്ടോ, ഡി എൽ ആണ്, ലൈൻ ഇന്റഗ്രൽ ആണ്. അപ്പുറത്തെ വലതുവശത്താണെങ്കിലോ സർഫസ് ഇന്റഗ്രൽ ആണ്. ഇത് രണ്ടും വ്യത്യസ്തമാണല്ലോ. അപ്പൊ അത് രണ്ടും തുല്യമാക്കി എഴുതണം. അപ്പോ അങ്ങനെ തുല്യമാക്കി എഴുതി കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഫോം നമുക്ക് ലഭിക്കും. അപ്പൊ അത് തുല്യമാക്കി ഡി എൽ എന്ന് പറയുന്ന ലൈൻ ഇന്റഗ്രലിനെ എനിക്ക് സർഫസ് ഇന്റഗ്രലായി മാറ്റണം. അതിനൊരു വഴിയുണ്ട്. അതിനാണ് സ്റ്റോക്സ് തിയറം. വെക്ടർ കാൽക്കുലസിലെ സ്റ്റോക്സ് തിയറം ആണ് അപ്ലൈ ചെയ്യുക. എങ്ങനെയാ സ്റ്റോക്സ് തിയറം വരുന്നത്? എ ഡോട്ട് ഡി എല്ലിനെ ലൈൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ എ ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഡെൽ ക്രോസ് എ ഡി എസ് എന്നാണ്. അപ്പൊ ഇതാണ് സ്റ്റോക്സ് തിയറം. അതായത് ലൈൻ ഇന്റഗ്രലിനെ സർഫസ് ഇന്റഗ്രൽ ആക്കി മാറ്റുമ്പോൾ ഒരു കേളൊന്നും എടുക്കണം. ഇതാണ് എ ഡോട്ട് ഡി എല്ലിനെ ഡെൽ ക്രോസ് എ ഡി എസ് ആക്കി മാറ്റുന്നത്. ഒന്നുമില്ല, ലൈൻ ഇന്റഗ്രലിനെ സർഫസ് ഇന്റഗ്രൽ ആക്കി മാറ്റുമ്പോൾ എങ്ങനെയാ എ എന്നുള്ള ഡെൽ ക്രോസ് എ കേളായിട്ട് മാറും കേട്ടോ. ഈ ഒരു ലോ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 1.5 ആ 1.5 ഞാൻ ഒന്നുകൂടി എഴുതുവാണ്. അതിനെ എഴുതിയിട്ട് ഈ ഒരു 1.5 ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുന്ന ലൈൻ ഇന്റഗ്രൽ ഉണ്ടല്ലോ, അതിനെ നമുക്ക് സർഫസ് ഇന്റഗ്രൽ ആക്കി എഴുതാം. എങ്ങനെയാ? ഈ ഡോട്ട് ഡി എൽ എന്നുള്ളത് ഡെൽ ക്രോസ് ഇ എന്നങ്ങ് എഴുതണം അല്ലേ? ഡെൽ ക്രോസ് ഇ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഡെൽ ക്രോസ് ഇ ഡി എസ് ഇക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ബി ഡോട്ട് ഡി എസ് അല്ലേ? എന്നിട്ട് നോക്കിയേ, ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ബി, ഇൻഡക്ഷൻ ആണല്ലോ. അപ്പൊ അത് ആ ഒരു ഡെറിവേറ്റീവ് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറ്റാം, മൈനസ് ഡോ ബി ബൈ ഡോ ടി ഡി എസ്. കാരണം സർഫസ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണല്ലോ. അപ്പൊ നമുക്ക് നോക്കി, ഇപ്പൊ കണ്ടോ ഈ ഫാരഡേസ് ലോ ഞാൻ മാറ്റി എഴുതി. സ്റ്റോക്സ് ലോ ഉപയോഗിച്ച് സ്റ്റോക്സ് തിയറം ഉപയോഗിച്ച് മാറ്റി എഴുതി വെക്കുന്നത് രണ്ട് വശത്തും, ഇടതുവശത്തും വലതുവശത്തും ഇന്റഗ്രേഷൻ എങ്ങനെയാ? സർഫസ് ഇന്റഗ്രലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, രണ്ടും ഒരേപോലെയായി. അങ്ങനെ വരുമ്പോ അവിടെ കൂടെയുള്ള ആൾക്കാരെ ഈക്വേറ്റ് ചെയ്യാലോ. അപ്പൊ കൂടെ ഡി എസിന്റെ കൂടെയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഡെൽ ക്രോസ് ഇ ഡി എസ്. ഇവിടെ വലതുവശത്തുള്ള ഡി എസിന്റെ കൂടെയുള്ള ആൾക്കാർ മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത്, ഇങ്ങനെയാണല്ലോ ഇന്റഗ്രൽ ഫോമിലാണല്ലോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും തുല്യമാണ് അല്ലേ? കാരണം ഡി എസിന്റെ കൂടെയുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഇത് ഈക്വൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ രണ്ട് ആൾക്കാരും ഡെൽ ക്രോസ് ഇയും മൈനസ് ഡോ ബി ബൈ ഡോ ടിയും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ 1.6 എന്ന് നമുക്ക് എഴുതാം, ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. അതായത് ഡി എസിന്റെ കൂടെയുള്ള ഡെൽ ക്രോസ് ഇയും ഇവിടുത്തെ ഡി എസിന്റെ കൂടെയുള്ള മൈനസ് ഡോ ബി ബൈ ഡോ ടിയും. ഇത് രണ്ട് ഇക്വേഷൻ ഈക്വൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ രണ്ട് കോഎഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ ഡെൽ ക്രോസ് ഈക്വൽ ടു
മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് എഴുതാം. അപ്പൊ ഇതാണ് ഫാരഡേസ് ലോയുടെ ഡിഫറൻഷ്യൽ ഫോം. ഇത് കുറച്ചും കൂടി ജനറലൈസ്ഡ് ആണ്. നമുക്ക് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനുണ്ട്. ഇന്റഗ്രൽ ഫോമിനേക്കാൾ കുറച്ചും കൂടി ജനറലൈസ്ഡ് ആണ് ഡിഫറൻഷ്യൽ ഫോമേ. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ. ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമുക്ക് എന്താ ചെയ്ത, ലെൻസസ് ലോ എടുത്തു, എന്നിട്ട് അതിലോട്ട് സ്റ്റോക്സ് ലോ അപ്ലൈ ചെയ്തു. അത് ലെൻസസ് ലോ അല്ല, ഫാരഡേസ് ലോ എടുത്തു, ഇന്റഗ്രൽ ഫോമിലുള്ള ഫാരഡേസ് ലോ 1.5 എടുത്തു. അതിലെ ലൈൻ ഇന്റഗ്രൽ, ആ ലൈൻ ഇന്റഗ്രലിനെ ഒന്ന് മാറ്റുക, സർഫസ് ഇന്റഗ്രലായി മാറ്റുക, എന്നിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ കിട്ടും. അപ്പോൾ ഇതാണ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ. ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമുക്ക് ഈ ഫാരഡേസ് ലോ ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. സോ നമുക്കറിയാം, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 0 ആയിരിക്കും. കാരണം ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് ഡെൽഫൈ അല്ലെങ്കിൽ 5(2 - 5(1) എന്നാണ് കിട്ടുക. അപ്പൊ ഇനി അതൊരു ക്ലോസ് ലൂപ്പിന് ചുറ്റും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. കാരണം രണ്ട് എൻ പോയിന്റുകളും ഈക്വൽ ആണല്ലോ. 5(2 - 5(1) എന്നുള്ളത് 5(2 - 5(2) എന്നങ്ങ് ആയി മാറും അല്ലേ, ഇവിടെ 0 ആയിട്ട് മാറും. പക്ഷേ നമുക്ക് ഇ ഡോട്ട് ഡി എൽ 0 അല്ലല്ലോ, നോൺ 0 ആയിട്ടല്ലേ കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കണം. ഹൗ കാൻ ഇ ഡോട്ട് ഡി എൽ ബിക്കംസ് നോൺ 0 ഇൻ ബേസ്ഡ് ഓൺ ഫാരഡേസ് ലോ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇ ഡോട്ട് ഡി എൽ 0 ആണ്. പക്ഷേ നമുക്കിവിടെ നോക്കണം, ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. വൺ ഡ്യൂ ടു സ്റ്റാറ്റിക് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, രണ്ടാമത്തെ ഡൈനാമിക് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണല്ലോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ഈ ES എന്ന് പറയുന്ന ആദ്യത്തെ ടേം, അതിന്റെ ലൈൻ ഇന്റഗ്രലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും, ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ളതാണ്. പക്ഷേ ഡൈനാമിക് ചാർജ് ഉണ്ടാവുന്ന ED കോൺട്രിബ്യൂഷൻ ഇലക്ട്രിക് ഫീൽഡ്, അതിന് ലൈൻ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതാണ് എക്സാമ്പിൾ 1.1. സോ E = ES + ED, അതിനെ രണ്ടായിട്ട് എഴുതാം. എന്നിട്ട് ES ഡോട്ട് ഡി എൽ 0 ആണ്, കുഴപ്പമില്ല. പക്ഷെ ED ഡോട്ട് ഡി എൽ 0 അല്ല. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ലൈൻ ഇന്റഗ്രൽ E ഡോട്ട് ഡി എൽ ഇവിടെ ജനറൽ ആയിട്ട് നോൺ 0 എന്നുള്ള രീതിക്ക് എടുക്കാം. അത് ഒരു എക്സാമ്പിൾ ആണ്. നമുക്കിനി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് EMF ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നോ വ്യത്യസ്ത സിറ്റുവേഷനിൽ, അപ്പൊ അതിനുവേണ്ടി ഒരു പ്രോബ്ലം ഞാനിവിടെ എടുക്കുന്നുണ്ട്. നോക്കിയേ, ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷൻ, ഫിഗർ ബി, വലതുവശത്ത് കാണുന്ന ഫിഗർ, അതിന് XYZ പ്ലെയിൻ ഉണ്ട്. അതിൽ XY പ്ലെയിനിൽ ഒരു ലൂപ്പ്, റെക്ടാങ്കുലർ ലൂപ്പ് വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു പ്രോബ്ലം. അവിടെ പല സിറ്റുവേഷനിലും ഇപ്രകാരമായിരിക്കും ഫ്ലക്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ EMF ഉണ്ടാവുക എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതായിരിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. റെക്ടാങ്കുലർ വയർ ലൂപ്പ് ഓഫ് സൈസ് L×W, അതായത് റെക്ടാങ്കുലർ വയർ ലൂപ്പ് ഉണ്ട്, അതിന്റെ സൈസ് ലെങ്ത് L, വിഡ്ത്ത് W ആണെങ്കിൽ XY പ്ലെയിൻ ഇൻ എ റീജിയൻ ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പോയിന്റിങ് ഇൻ ദ Z ഡയറക്ഷൻ. അപ്പൊ അവിടെ, അതായത് ഈ ഒരു ഫിഗറിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂപ്പ് L×W, ലെങ്ത് L-ഉം വിഡ്ത്ത് W ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ലൂപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് XY പ്ലെയിനിൽ. എന്നിട്ട് Z ഡയറക്ഷനിൽ, അതായത് ഇപ്പോൾ പ്ലെയിനിന്റെ പേപ്പറിന്റെ പ്ലെയിനിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പേപ്പറിൽ നിന്ന് പുറത്തേക്ക് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. Z ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ എങ്ങനെ കൂട്ടി. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻക്രീസ്ഡ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ഫ്രം B = 0. ആദ്യം ടൈം T = 0 B = 0 ആണ്. എന്നിട്ട് ടൈം T1 വരെ, T = T1, അതായത് 0 സെക്കൻഡിൽ എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് T = T1, T = 10 എന്ന് കരുതിക്കും. 10ാമത്തെ സെക്കൻഡ് വരെ ഞാൻ എന്ത് ചെയ്തു, കോൺസ്റ്റന്റ് റേറ്റില് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കൂട്ടി, അതായത് ഓരോ സെക്കൻഡിലും നിശ്ചിത മാഗ്നറ്റിക് ഫീൽഡ് B ഇങ്ങനെ കൂട്ടി വന്നു. എന്നിട്ട് B0 വരെ എത്തി കേട്ടോ. കോൺസ്റ്റന്റ് റേറ്റ് ആണ്, അതായത് ഓരോ സെക്കൻഡിലും ഈക്വൽ ആയിട്ട് ഇങ്ങനെ കൂട്ടി മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി വരികയാണ്. ദെറാഫ്റ്റർ, അതിനുശേഷം T1 സമയത്തിന് ശേഷം 10 സെക്കൻഡിന് ശേഷം, ഉദാഹരണം പറയാണ്, 10 സെക്കൻഡിന് ശേഷം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചു ഒരു 20 സെക്കൻഡ് വരെ, T = T2 വരെ. ദെൻ റെഡ്യൂസ്ഡ്, അതിനുശേഷം റെഡ്യൂസ് ചെയ്തു.
20 സെക്കൻഡ് 20 ഒരു 30 സെക്കൻഡ് വരെ ഞങ്ങൾ വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചു ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ. എങ്ങനെയാണ് കൂട്ടിയത് അതേപോലെ കുറച്ചു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. കമ്പ്യൂട്ട് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ റെക്ടാങ്കുലർ വയർ ലൂപ്പ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. കമ്പ്യൂട്ട് ദ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കണം ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. എന്നിട്ട് അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷനും കൂടി കണ്ടുപിടിക്കാനുണ്ട്. 0 മുതൽ T1 വരെ, അതുപോലെ T2 മുതൽ T3 വരെ എപ്രകാരമായിരിക്കും എന്നുള്ള. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ പോലും വളരെ എളുപ്പമാണ്. ഇതിൽ നിന്ന് ഈ ഒരു പ്രോബ്ലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്രകാരമാണ് ഫാരഡേസ് ലോ അപ്ലൈ ചെയ്യുന്നത്, EMF കണ്ടുപിടിക്കാനും ഫ്ലക്സ് കണ്ടുപിടിക്കാനും എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. വളരെ എളുപ്പമുള്ള പ്രോബ്ലം ആണ് കുറച്ചും കൂടി. അപ്പോൾ ഈ ഒരു ഫിഗറിൽ റെക്ടാങ്കുലർ ലൂപ്പാണ് XY പ്ലെയിനിൽ വെച്ചിട്ടുണ്ട്. ആദ്യ ഇടതുവശത്തുള്ള ഫിഗറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സർക്കിളുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. വിത്ത് ഡോട്ട് അറ്റ് ദ സെന്റർ ഇൻഡിക്കേറ്റ് ദ മാഗ്നറ്റിക് വെക്ടർ ഈസ്, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ പുറത്തേക്കാണ്, പേപ്പറിന്റെ പ്ലെയിനിൽ നിന്ന് പുറത്തേക്കാണ്. ആൻഡ് എ സർക്കിൾ വിത്ത് എ ക്രോസ് ഇൻഡിക്കേറ്റ്, ഒരു ക്രോസ് വെച്ചിട്ട് നമ്മൾ പല നൊട്ടേഷൻ ആണ്, ഒരു ക്രോസ് വെച്ചിട്ട് ഈ സർക്കിളിൽ വെച്ച് ഒരു ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടാണ്, ഡോട്ട് ആണെങ്കിൽ പുറത്തോട്ടാണ്. അത്രേ ഉള്ളൂ. അപ്പൊ എന്താ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഈ വലതുവശത്തെ ഫിഗർ നമുക്ക് കുറച്ചും കൂടി അർത്ഥവത്തായിട്ടുള്ള ഒരു ഫിഗറാണ്. അതായത് XY പ്ലെയിനിൽ റെക്ടാങ്കുലർ ലൂപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് Z ആക്സിസിൽ ആരോ കാണിക്കുന്നുണ്ടല്ലോ, ആ ആരോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ആ രീതിയിൽ നമുക്ക് എടുക്കാം. ഇതാണ് കുറച്ചും കൂടി നല്ലത്. ഇതിന്റെ സൊല്യൂഷൻ ഒന്ന് നോക്കാം. അപ്പൊ അത് എപ്രകാരമായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ വരുന്നത് നോക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും, ഓരോ ടൈമിലും 0 മുതൽ T1 വരെ എങ്ങനെയാ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ നമ്മളിങ്ങനെ കൂട്ടി വരികയാണല്ലോ. അപ്പൊ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് B(T) എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും ഓരോ പോയിന്റിലും നമുക്ക് എടുക്കാനാണ്. ഓരോ പോയിന്റിലും എപ്രകാരമായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ആണ്. എങ്ങനെയെന്ന് വെച്ചാൽ B0 ഇൻറ്റു T/T1 ഇൻറ്റു സെറ്റ് ക്യാപ് എന്നാണ്. ഈ ഒരു ഇക്വേഷൻ പ്രധാനപ്പെട്ടതാണ്. മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ T/T1 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് നമ്മൾ അവിടെ കൊടുക്കണം. കാരണം ഓരോ പോയിന്റിലും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ ഒരു 10 സെക്കൻഡ് വരെ ഓരോ സമയത്തും, അപ്പൊ രണ്ടാമത്തെ സെക്കൻഡിൽ നമ്മൾ നോക്കുക എന്ന് കരുതുക, അപ്പൊ 2/10 എന്ന് വരും. അപ്പൊ ആ ഒരു നിശ്ചിത ഇന്റർവെല്ലില് എത്ര മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് B(T) B0 ഇൻറ്റു T/T1. T എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ടൈമാണ്. T1 എന്ന് പറയുന്ന ആ മൊത്തത്തിലുള്ള ടൈം ഇന്റർവെൽ ആണ്. B0 T/T1 സെറ്റ് ക്യാപ്. ഇങ്ങനെ ഈ രീതിയിലായിരിക്കും നമുക്ക് ടൈമിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പ്രധാനപ്പെട്ടതാണ്. ഒന്നുമില്ല, B0 ടോട്ടൽ ഫീൽഡ്, T എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ടൈം, T1 എന്ന് പറയുന്നത് ടോട്ടൽ ടൈം. ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം അറ്റ് ഈച്ച് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് φm ഈക്വൽ ടു സർഫസിനുകൾ B.ds ആണ്. അപ്പോൾ B.ds ആണ്, നമുക്കിത് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഫാരഡേസ് ലോ പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ ഡിഎസിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം, Z.ds എന്ന് എഴുതാം. അതുപോലെ ബി എന്ന് പറയുന്നത് സെഡ് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സെഡ് ക്യാപ്പ് ആയിട്ട് എഴുതാം. ബിനെ B(Z) എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നിന്ന് B(T) എനിക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ബാക്കി സെഡ് ക്യാപ്പ് ഡോട്ട് സെഡ് അത് എത്രയാ, 1 ആണല്ലോ, ഒരേ ഡയറക്ഷൻ അല്ലേ. അപ്പൊ A.B cos θ A.B cos 0 1 എന്ന് വരും അല്ലേ, നമുക്കറിയാവുന്ന കാര്യം. അപ്പൊ Z.Z എന്ന് പറയുന്നത് 1 ആണ്. ബാക്കി എത്രയാ, ds മാത്രമാണ്. അപ്പൊ B(T) ഇൻറ്റു സർഫസിനുകൾ ds, സർഫസ് ഓഫ് ds എന്ന് പറയുന്ന സ്മാൾ ഏരിയ, അതിനെ മൊത്തമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള സർഫസ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ലൂപ്പാണ്. അപ്പൊ ആ റെക്ടാങ്കുലർ ലൂപ്പിൽ ഉണ്ടാവുന്ന ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. നമുക്ക് ഇവിടുത്തെ ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ വിഡ്ത്ത് എന്ന് പറയുന്ന W. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എത്രയായിരിക്കും, φm ഈക്വൽ ടു B(T) ഇൻറ്റു ഈ സാധനം, ഈ സർഫസിന്റെ ds എന്ന് പറയുന്നത് എത്രയാ, L ഇൻറ്റു W ടോട്ടൽ ഏരിയ. അപ്പൊ B(T) നമുക്ക് ആദ്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, B0 T/T1 LW L ഇൻറ്റു W. ഇതായിരിക്കും അവിടെ ഫ്ലക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ബേസിക് ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി അപ്പൊ 0 മുതൽ T1 വരെ ഇതാണ്. T1 മുതൽ T2 വരെ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്.
അല്ലെ B0. അപ്പൊ നമുക്കിവിടെ ഫ്ലക്സ് എടുക്കാനുള്ള ഫ്ലക്സ് എങ്ങനെയാ വരും? ഫൈ ഈക്വൽ ടു സർഫസിനുകൾ ബി ഡോട്ട് ഡി എസ് ബി ഡോട്ട് ഡി എസിലെ ബി എന്ന് പറയുന്ന ആളെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? B0 സെറ്റ് ക്യാപ് ഡി സെറ്റ് ഇൻറ്റു സെറ്റ് ക്യാപ് ആണല്ലോ. അപ്പൊ സെറ്റ് ക്യാപ് 1 ആയി. അപ്പൊ ഇന്റഗ്രൽ ഡി എസ് വരുന്നു. ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്ന ലെങ്ത് ഇൻറ്റു എടുത്ത ഏരിയ ആണ്. B0 ഇൻറ്റു എൽ ഇൻറ്റു ഡബ്ല്യു. അപ്പൊ ഇത്രയും കാര്യങ്ങളായി. അപ്പൊ രണ്ട് സമയത്തെ കാര്യങ്ങൾ T2 വരെ എത്തി. അപ്പൊ T0 മുതൽ T1 വരെ നമ്മൾ ആദ്യം പറഞ്ഞു, പിന്നെ T1 മുതൽ T2 വരെ പറഞ്ഞു. ഇനി T1 മുതൽ T2 വരെ ഉള്ള ഫ്ലക്സും പറഞ്ഞു. ഇനി T2 മുതൽ T3 വരെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയേ. മാറ്റി ഫ്ലക്സ് ഈസ് ഗിവൺ ബൈ B0. അവിടെ ആണ് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് T3 മൈനസ് T2 ആണ്. നമുക്കറിയാം T2 നിന്ന് T3യിലേക്ക് മാറുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് T3 മൈനസ് T2. ഇനി ആ ഓരോ പോയിന്റിൽ ഉണ്ടാവുന്ന ടൈം എന്ന് പറയുന്നത് T3 മൈനസ് T ആയിരിക്കും, അല്ലെങ്കിൽ T2 മൈനസ് T, ഏതായാലും കുഴപ്പമില്ല. T3 മൈനസ് T എന്നോ അല്ലെങ്കിൽ T2 മൈനസ് T എന്നോ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഓരോ പോയിന്റിലും T3യിൽ നിന്ന് T2യിൽ നിന്ന് T3യിലേക്ക് പോകുമ്പോൾ ഓരോ പോയിന്റിലുള്ള ടൈം എന്ന് പറയുന്നത് T3 മൈനസ് T എന്ന് എടുക്കണം. B0 ഇൻറ്റു T3 മൈനസ് T, T3 മൈനസ് T2 സെറ്റ് ക്യാപ് എന്ന് നമുക്ക് എഴുതാം അല്ലോ. അപ്പൊ ഇതായിരിക്കും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എഴുതാൻ എളുപ്പമാണല്ലോ. ഫൈ ഈക്വൽ ടു സർഫസിനുകൾ B50 സെറ്റ് ക്യാപ് ഡോട്ട് സെഡ് ഇൻറ്റു സെറ്റ് ക്യാപ്. ഇനി B50 ഇന്റഗ്രൽ ഡി എസ് ആണ്, എൽ ഇൻറ്റു ഡബ്ല്യു. B50 എന്ന് പറയുന്ന ആളാരാ? അതിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. B0 T3 മൈനസ് T, T3 മൈനസ് T2. അപ്പൊ ഇതായിരിക്കും T2 മുതൽ T3 വരെയുള്ള സമയത്തിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമുക്ക് 3 സമയങ്ങളിലും 3 ഡ്യൂറേഷനിലും ഉണ്ടാവുന്ന ഫ്ലക്സുകൾ നമുക്ക് കിട്ടിയല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി, അതിനുശേഷം മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി അവിടെ ഉണ്ടാവുന്ന EMF കണ്ടുപിടിക്കണം. അതിന് എളുപ്പമാണ്. ഇനി എന്ത് ചെയ്യണം? ഈ ഫാരഡേസ് ലോ കൊടുത്താൽ മതി അല്ലേ. ഫാരഡേസ് ലോ പറയുന്നത് എന്താ? EMF ഈക്വൽ ടു മൈനസ് d∅dt. ടൈം ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി ഫ്ലക്സിന്റെ, എന്നിട്ട് ഒരു നെഗറ്റീവ് സൈനും കൂടി. അത് ചെയ്ത് കഴിഞ്ഞാൽ EMF ആയി. അവന് നമുക്ക് ഓരോ ടൈം ഇന്റർവെല്ലും 0 മുതൽ T1 വരെ പ്രകാരമാണ് EMF വരിക. മൈനസ് d∅dt മൈനസ് d/dt. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആൾറെഡി. ഇത് നമുക്ക് കൊടുത്താൽ പോരെ. ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇന്റഗ്രേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ ഇവിടെ d/dt മാറുന്ന ഏതാ? T മാത്രമേ ഉള്ളൂ വേരിയബിൾ ആയിട്ടുള്ള. അപ്പൊ d/dt ഓഫ് T എന്ന് പറയുന്നത് 1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മൈനസ് B0 L ഇൻറ്റു ഡബ്ല്യു ബൈ T1. ഇതായിരിക്കും ആ 0 മുതൽ T1 വരെയുള്ള സമയത്തിൽ ഉണ്ടാകുന്ന EMF ഇൻഡ്യൂസ് ചെയ്യും. മനസ്സിലായി? അതുപോലെ T1 മുതൽ T2 വരെയാണെങ്കിലോ മൈനസ് d∅dt കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് d/dt ഓഫ് B0 ഇൻറ്റു L ഇൻറ്റു ഡബ്ല്യു. ഇത് ഈ ആൾക്കാരെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പം സമയത്തിനനുസരിച്ച് മാറുന്നേ ഇല്ല. അപ്പൊ അതിന്റെ വേരിയേഷൻ എത്രയാണ്? ഡെറിവേറ്റീവ് എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലെ. T2 മുതൽ T3 വരെയാണെങ്കിലോ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. B0 T3 മൈനസ് T, T3 മൈനസ് T2. അപ്പൊ ഇവിടെ മാറുന്നത് മൈനസ് T ആണ്. d/dt ഓഫ് മൈനസ് T മൈനസ് 1. അപ്പൊ മൈനസിന് മൈനസ് പ്ലസ്, അങ്ങനെയാകുമ്പോൾ എത്രയായിരിക്കും? പ്ലസ് വരുമല്ലോ അല്ലെ. B0 L ഇൻറ്റു ഡബ്ല്യു T3 മൈനസ് T2. ഇതായിരിക്കും ഇൻഡ്യൂസ്ഡ് EMF. എല്ലാ പോയിന്റിലുള്ള ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് മനസ്സിലായോ? ഒന്നുമില്ല, ഫാരഡേസ് ലോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു മാത്രം. ഇതൊന്ന് നമുക്കൊന്ന് വരയ്ക്കാം. എങ്ങനെയാ വരച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്? 0 മുതൽ T1 വരെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു അല്ലേ. അതിനുശേഷം അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. അതിനുശേഷം അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് നമ്മൾ EMF കണ്ടുപിടിച്ചല്ലോ. 0 മുതൽ T1 വരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ, കോൺസ്റ്റന്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. അത് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം. കണ്ടോ? അതുപോലെ T1 മുതൽ T2 വരെ നമുക്ക് 0 ആയിട്ടാണ് കിട്ടിയത്. അത് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം. T2 മുതൽ T3 വരെയോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അത് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം. അപ്പൊ അതെല്ലാം ഒരു ഗ്രാഫായിട്ട് വരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഫാരഡേസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ. ഒരു സർഫസിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ അവിടെ നിന്ന് EMF ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അതും കൂടി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് സോളിനോയിഡ്, ലോങ് സോളിനോയിഡ് ഓഫ് ലെങ്ത് L, ഒരു ലോങ് സോളിനോയിഡ് ആണ് എടുത്തിരിക്കുക. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കേളി ചുറ്റി വെച്ചിരിക്കുന്ന കമ്പികളാണ്. അതാണ് ഈ ലോങ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓഫ് റേഡിയസ് R, N ടേൺസ്. ഒരു 100 ടേൺ ആണെങ്കിൽ N = 100 ടേൺസ്. carries a current I of T. The axis of the solenoid is along
the z axis. അപ്പോൾ സോളിനോയിഡിന്റെ ആക്സിസ് എന്ന് പറയുന്നത് z ആക്സിസ് ആണ് എഴുതുക. സോളിനോയിഡ് ലൈസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ് z equal to -L/2 and z equal to +L/2. അപ്പോൾ അതൊരു ചിത്രത്തിൽ നമുക്കൊന്ന് നോക്കാം. -L/2 +L/2 ഒന്ന് നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രണ്ട് പ്ലെയിൻസിലായിരിക്കും ഈ ഒരു സോളിനോയിഡ് കിടക്കുന്നത്. ഡിറ്റർമിൻ ദ ഇൻഡ്യൂസ്ഡ് EMF. ഈ EMF കണ്ടുപിടിക്കണം. at the point P having Cartesian coordinates d equal to 0, 0. ഇഫ് അതുപോലെ തന്നെ കറണ്ട് എങ്ങനെയാ കൂട്ടുന്ന മറ്റേ ആദ്യത്തെ കഴിഞ്ഞ പ്രോബ്ലത്തെ അതേപോലെ തന്നെ i = 0 നിന്ന് i = T1 വരെ i = I0 കോൺസ്റ്റന്റ് റേറ്റിലേക്ക് കൂട്ടുന്നു. അതിനുശേഷം കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു, പിന്നീട് കുറയ്ക്കുന്നു, I0 to I0 കുറയ്ക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം ഡിറ്റർമിൻ ദ ഇൻഡ്യൂസ്ഡ് EMF. ഇവിടെ നമ്മൾ ഫാരഡേസ് ലോ അപ്ലൈ ചെയ്യാനുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാനുണ്ട്, സിലിണ്ടറിക്കൽ സിമെട്രി അതുകൂടി നമ്മളിവിടെ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്കൊരു ഈ സർഫസ് എടുക്കാമല്ലോ. എന്നിട്ട് സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ B = സോളിനോയിഡ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആൾറെഡി നിങ്ങളുടെ UG ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ BC = μ0 × N × I. μ0 മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, N നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, I എന്ന് പറയുന്ന കറന്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സ്മോൾ n. അപ്പോൾ D എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. D ലെസ് ദാൻ സോളിനോയിഡിന്റെ റേഡിയസിനേക്കാൾ കുറഞ്ഞ ഒരു പോയിന്റിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കരുതുക. D ലെസ് ദാൻ R. അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്രയാണ്? μ0 Ni z ആണല്ലോ. എന്നിന് പകരം ഞാനത് മാറ്റുന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N ആണെങ്കിൽ, ടോട്ടൽ ലെങ്ത് ക്യാപിറ്റൽ L ആണെങ്കിൽ N എന്ന് പറയുന്നത് N/L ആണല്ലോ അല്ലേ? നമുക്കത് എഴുതി. സോ N is given by capital N over L. അപ്പൊ ഈ രീതിയിൽ നമുക്ക് അങ്ങനെയാണ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. BFT × ഡെഫിനിഷൻ ഉണ്ട് മാഗ്നറ്റിക് ഫ്ലക്സിന്. BFT × dzcam dz dzcam. അപ്പോൾ z പോയി 1 ആയല്ലോ. പിന്നെ BFT × ഇന്റഗ്രൽ ds. ഇനി ഇന്റഗ്രൽ dsനെ അവിടെ ഇന്റഗ്രൽ ds എന്ന് പറയുന്നത് ആ സോളിനോയിഡിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിട്ട് നമുക്ക് എടുക്കണം. സോളിനോയിഡ് ഉണ്ടെങ്കിൽ അതിന് അവിടെ ഉണ്ടാകുന്ന ഏരിയ എന്ന് പറയുന്നത് ആ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഏരിയ. ഇപ്പൊ ഇവിടെ ഏരിയ വരുന്നത് π × r². ആറിന് പകരം ഇവിടെ D ആണ്. D എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ d², π d². BFTക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0 Ni × T/L π d². ആണല്ലോ. അപ്പൊ ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എത്രയായിരിക്കും? -d/dt ഓഫ് φ. -d/dt ഓഫ് φ എന്ന് പറയുന്നത് ഈ ആളാണ്. ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ടൈമിനനുസരിച്ച് മാറുന്ന ആരാ? I. അതിന് മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആണ്. അതെല്ലാം പുറത്തോട്ട് വരും. -d/dt ഓഫ് φ എന്ന് പറയുന്ന ഈ ആളാണ്. ഇതില് I മാത്രമേ കറന്റിനനുസരിച്ച് മാറുന്നുള്ളൂ. അപ്പൊ di/dt. ബാക്കിയുള്ള എല്ലാ കോൺസ്റ്റന്റുകളും അതെല്ലാം പുറത്തേക്ക് പോകും. ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് -π d² μ0 N/L di/dt. ഇതൊന്ന് വളരെ എളുപ്പമാണ്. φ = സർഫസ് കറന്റ് B ds. ബിക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. dsന് വരെ π d² കൊടുത്തു. ബിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. തിരിച്ച് അവിടെ കൊടുത്തു. ഇതിനകത്ത് ഇനി ടൈം ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ I മാത്രമേ ഉള്ളൂ ടൈമിനനുസരിച്ച് മാറുന്നുള്ളൂ. ബാക്കി എല്ലാ കോൺസ്റ്റന്റുകളും അതെല്ലാം പുറകോട്ട് വന്നു അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് നമുക്കിവിടെ ഇൻഡ്യൂസ്ഡ് EMF, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് നമ്മളിവിടെ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ നമ്മളിവിടെ സിമട്രി വെച്ച് നോക്കുകയാണെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ φ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് മാറുന്നത് അല്ലേ? അതായത് ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ നമുക്കറിയാമല്ലോ φ ഡയറക്ഷൻ എന്ന് പറയുന്നത് ρ φ θ. φ ഡയറക്ഷനിലാണ്, സർക്കുലർ ക്രോസ് സെക്ഷനിലാണ് φ എന്ന് പറയുന്ന അവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഡോട്ട് dl അതിന് dlന് പകരം നമുക്ക് dl × φ ക്യാപ്പ് എന്ന് കൊടുക്കാം. ഈ വെക്ടർ ഇനെ E × φ ക്യാപ്പ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളവിടെ φ ഡയറക്ഷനുള്ള കാര്യങ്ങളാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്നതാണ്. ക്രോസ് സെക്ഷണൽ ഏരിയ, ക്രോസ് സെക്ഷണൽ ബൗണ്ടറിയിലെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഫൈയും വീണ്ടും ഉണ്ടാവും ഒന്നായി. dl ഇന്റഗ്രൽ dl അതെന്ന് പറയുന്നത് എന്താ? ലൈൻ ഇന്റഗ്രലിന്റെ ടോട്ടൽ ലൈൻ ഇന്റഗ്രൽ ടോട്ടൽ ഏരിയ, ടോട്ടൽ ലൈൻ ഉണ്ടാവുന്ന ഏരിയ സർക്കംഫറൻസ് എന്ന് പറയാം അല്ലെ? 2π × d. സോ 2π ഇന്റഗ്രൽ dl over the whole cross section is 2π
ഡി ഇൻറ്റു ഇ ഓഫ് ഡി. അപ്പോൾ 2π ഇൻറ്റു ഇ ഓഫ് ഡി ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇ ഡോട്ട് ഡി എൽ. അപ്പോൾ അത് ഇവിടെ ഇക്വേഷൻ 1 നോക്കി ഇ ഡോട്ട് ഡി എല്ലിന് വാല്യൂ ആയി 2π ഇ ഓഫ് ഡി. അത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താമല്ലോ, ഇക്വേഷൻ 1 ഇത് അങ്ങ് തിരിച്ചു കൊടുക്കുക. ഇ ഡോട്ട് ഡി 2π ഇ ഡി ഈക്വൽ ടു പൈ ഡി സ്ക്വയർ മ്യൂ സീറോ എന്ന് ഡി ഐ ബൈ ഡി ടി എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഓഫ് ഡി അത് ഇലക്ട്രിക് ഫീൽഡ് മാത്രമായിട്ട് എഴുതാമല്ലോ. ഇലക്ട്രിക് ഫീൽഡ് എത്ര ഇൻഡ്യൂസ് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് എത്രയായിട്ടാണ് കിട്ടുന്നത്? അപ്പൊ ഇവിടെ പൈ ക്യാൻസൽ ചെയ്തു പോകും അല്ലേ, ബാക്കി ഈ 2 ഇങ്ങോട്ട് താഴോട്ട് വരുമല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും? മൈനസ് ഡി സ്ക്വയർ, അതെ ഡി രണ്ടെണ്ണം, ഡി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്, അപ്പൊ അത് ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തൊക്കെയാ വരുന്നത്? മൈനസ് ഡി ബൈ മ്യൂസീറോ 2L മ്യൂസീറോ N ഡി ഐ ബൈ ഡി ടി ആണല്ലോ അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് കിട്ടും, പൈ ക്യാൻസൽ ആയി, ഡി സ്ക്വയർ ഡി മാത്രം ഉള്ളൂ, പിന്നെ 2 എന്നുള്ളത് താഴോട്ട് വരുന്നു. അതുപോലെ തന്നെ ഇവിടെ L ഉണ്ട് ആൾറെഡി, മ്യൂസീറോ N ഡി ഐ ബൈ ഡി ടി കേട്ടോ. അപ്പൊ ഈ ഫൈ ക്യാപ്പ് എന്ന് പറയുന്ന ഡയറക്ഷൻ ആയിരിക്കും, അതെന്ന് പറയുന്നത് അതായിരിക്കും അതിന്റെ വൈ ഡയറക്ഷൻ. അപ്പൊ വൈ ഡയറക്ഷൻ ആണ് ഫൈ ക്യാപ്പ് വരുന്നത്. നമുക്ക് ഫൈ ക്യാപ്പ് വേണ്ട. ഇനി ഞാനൊരു പോയിന്റ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇ ഓഫ് പി എന്ന് പറയുന്നത് മൈനസ് ഡി മ്യൂസീറോ N ഡി ഐ ബൈ ഡി ടി ഇൻറ്റു വൈ ക്യാപ്പ്, ഇതായിരിക്കും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിൽ സോളിനോട് പുറത്തുള്ള കാര്യം എങ്ങനെയായിരിക്കും? അതും കൂടി നമുക്ക് ഇവിടെ നോക്കാം. പുറത്തെങ്ങനെയാ? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് ബി ഡി എസിന് എടുക്കാം. ബി ഡി എസിന് ബി ഓഫ് ടി ഡി എസ്. ബി ഓഫ് ടിക്ക് നമുക്ക് ആൾറെഡി അറിയാം, മ്യൂസീറോ N ബൈ L. പിന്നെ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, സോളിനോയിഡ് പുറത്ത് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, ബി ഈക്വൽ ടു 0. പിന്നെ അവിടുത്തെ കാര്യം, പുറത്തുള്ള കാര്യം നമുക്ക് കൂടുതലായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സും അവിടെ 0 ആയിരിക്കും തത്ഫലമായിട്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഓരോ ടൈമിലും ഇനിയിപ്പോൾ ടൈം അനുസരിച്ച് കറണ്ട് വേരി ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വേരിയേഷൻ ഡി ഐ ബൈ ഡി ടി എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ 0 മുതൽ T1 വരെ ഡി ഐ ബൈ ഡി ടി എങ്ങനെയായിരിക്കും? ഐ എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത്? ഐ 0യിൽ നിന്ന് I0 വരെ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഡി ഐ എന്ന് പറയുന്നത് I0 മൈനസ് 0 I0. ഡി ടി എന്ന് പറയുന്നത് T1 മൈനസ് 0 T1. അപ്പൊ ഇ ഓഫ് പി ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാ നമുക്ക് കിട്ടിയത് കഴിഞ്ഞ ഇക്വേഷനിൽ? ഇ ഓഫ് പി കൂടെ മൈനസ് ഡി മ്യൂസീറോ N ബൈ 2L ഡി ഐ ബൈ ഡി ടി. ഈ ഡി ഐ ബൈ ഡി ടി ഓരോ കേസിലും കണ്ടുപിടിച്ച് അതോട് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇലക്ട്രിക് ഫീൽഡായി. അപ്പോൾ ഇവിടെ I0 ബൈ T1 എന്ന് കൊടുക്കാം. T1 മുതൽ T2 വരെ എങ്ങനെയാ ഡി ഐ ബൈ ഡി ടി? അവിടെ കറണ്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ്, അപ്പൊ വേരിയേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അപ്പൊ ഇ ഓഫ് പി ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അതുപോലെ T2 മുതൽ T3 വരെയോ ഡി ഐ ബൈ ഡി ടി എങ്ങനെയാ? കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് പിന്നീട് 0യിലേക്ക് കുറയ്ക്കുകയാണല്ലോ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന വേരിയേഷൻ I0 T3 മൈനസ് ഡി ടി. ടൈം ഇന്റർവൽ എത്രയാണ്? T3 മൈനസ് T2 അല്ലേ. പിന്നെ ഇവിടെ ഒരു മൈനസ് സൈനും കൂടി ഉണ്ട്, കാരണം കുറയ്ക്കുകയാണ് I0യിൽ നിന്ന്. അപ്പൊ 0 മൈനസ് I0 എന്ന് വേണം നമുക്ക് എടുക്കാം. അപ്പൊ അവിടെ മൈനസും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇ എഫ് ടി എന്ന് പറയുന്നത് മൈനസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഇ എഫ് പിയിൽ ആൾറെഡി ഒരു മൈനസ് ഉണ്ട്, അപ്പൊ മൈനസും പ്ലസ് ആയി. പിന്നെ മ്യൂസീറോ ഡി ഐ ബൈ ഡി ടിക്ക് പകരം I0 ബൈ T3 മൈനസ് T2 വായിക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡും കണ്ടുപിടിക്കാം. അപ്പൊ ഈ 2 എക്സാമ്പിള് കാണിക്കുന്നത് ഇ എം എഫ് എങ്ങനെയാണ്, മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു രീതിയിലാണ്. ഇതൊന്ന് നിങ്ങളൊന്ന് ഒരു പേപ്പറും പേനയും എടുത്തൊന്ന് വർക്ക് ചെയ്ത് നോക്കുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഫാരഡേസ് ലോ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് ഫാരഡേസ് ലോയിൽ നിന്ന് എപ്രകാരം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇത് പല ആപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. എപ്രകാരം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എത്രയാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ അതിനൊക്കെ ഇവിടെ ആവശ്യമായിട്ട് വരും കേട്ടോ. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ.